നമ്മുടെ മമ്മൂട്ടിയെ എയർ കയറ്റാൻ നോക്കിയ സകല സംഖ്യവാണങ്ങളും ഇപ്പം എയറും താണ്ടി ഈ ബഹിരാകാശത്ത് എത്തിയെന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും അവന്മാർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ടാക്ക നമ്മുടെ തുടക്കും. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മുടെ ABC മലയാളം ചാനലിൽ വന്നിട്ടുള്ള അഭിമുഖമാണ് നമ്മുടെ ഈ വ്യാജ ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന നമ്മുടെ ടീച്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒട്ടക്കത്തെ ബുദ്ധിയാ, ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പം അവരുടെ ഒരു കോട്ടാണ് ഫസ്റ്റ് വന്നിട്ട്, ഉണ്ടയിലെ ഗുണ്ട് അർഷദിന്റെ വ്യാജ വെടി ഉണ്ട. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ മറുനാടൻ സാജൻ, വല്ല കാര്യമുണ്ടോ സാജ, പിണറായിനെ കുറ്റം പറഞ്ഞ അവിടെ ഇവിടെ ഇരുന്നാ പോരെ, ഈ തനി സംഖ്യയായി എന്തിനു പറയിപ്പിക്കുക. പതിയെ പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു. മമ്മൂട്ടി എയറിലാണ്. സത്യം പറഞ്ഞാൽ പൊന്നു മറുനാടാ, നീ വൈറലാണ് കേട്ടാ. അത് കഴിഞ്ഞിട്ട് 24-ൽ വന്നാണ് മമ്മൂട്ടിയെ പിന്തുണച്ച AN രാധാകൃഷ്ണന് ഓർമ്മയുള്ളൂ കമന്റിൽ പൊങ്കാല. സത്യമാണ്, സംഘികൾക്ക് ബോധമില്ല, ആണകളാണ് അവന്മാര് കമന്റിൽ പൊങ്കാലല്ല അതിന്റെ അപ്പുറത്തിട്ടോണ്ടിരിക്കും. അതുകൊണ്ട് കാര്യമില്ല, ഇവന്മാർ ഇട്ടോണ്ടിരിക്കട്ടെ, നിങ്ങൾ ഇതിന്റെ പിന്നാലെ പോണ 24-ൽ. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ചാനലിൽ വന്നാണ് പകൽ കണ്ടല്ലോ രാത്രി, അത് വേറൊരു ഐറ്റം. പിന്നെ നമ്മുടെ ക്രിമി ന്യൂസ്, സ്ഥിരം ക്രിമി ന്യൂസ്, അഹമ്മദ് കുട്ടിയോ എല്ലാത്തിനും പിന്നിൽ. ഹിന്ദുവിനെ മാത്രമില്ല ക്രിസ്ത്യാനിയെയും അഹമ്മദ് കുട്ടി കരിവാരി തേച്ചു. എന്താണെങ്കിലും ക്രിമികടി കൂടി തൂറാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കർമ്മ ക്രിമി ന്യൂസിന്റെ വന്നതാണ്. വിട്ടിട്ടില്ല, അതിന്റെ പിന്നില് ക്രിമി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ക്രിമികടി മൂത്തിട്ടെ. നിരോധിത സംഘടനയിലുള്ളവരുമായിട്ട് മഹാനടന് എന്തിനു ബന്ധം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് വേറെ ചാനൽ വന്നാണ്, ഇത് ഞങ്ങൾ മുമ്പ് പറഞ്ഞതാണ്, വെളുപ്പിക്കാതിരിക്കുന്നവരെ മെഗാസ്റ്റാർ സംശയങ്ങൾക്ക് അതീതനായിരിക്കണം. ശരി, ഓക്കെ, നീയാണല്ലോ കോടതി, ഓടാ. അത് കഴിഞ്ഞ് കർമ്മ നിർത്തുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞമാർക്കൊക്കെ രാത്രി മാത്രമല്ല ക്രിമികടി, ഫുൾ ടൈം ആണ്. ഏറ്റവും വലിയ മതേതരൻ, ഏറ്റവും വലിയ മത തീവ്രവാദി. ഓക്കെ, ക്രിമി ന്യൂസേ. അത് കഴിഞ്ഞിട്ട് പിന്നെതാ വേറെ ABC മലയാളത്തിൽ വന്ന വേറെ ന്യൂസ് ആട്ടോ. മത തീവ്രവാദം മമ്മൂട്ടിക്ക് കുരുക്ക്, NIA പൊക്കാൻ സാധ്യത. ഇതുപോലത്തെ കുറെ സംഘി ചാനലുകളിലും കുറെ സംഘി ചാണക കുട്ടന്മാരും ഇതുപോലെ വന്നിട്ട് 100 കമന്ററികളും അതുപോലെ തന്നെ 100 അഭിമുഖങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാലേ ഈ മമ്മൂട്ടി ആരാണ്? മമ്മൂട്ടി മലയാളികൾക്ക് എന്താണ്? ഞാൻ പറയുന്നത് മലയാളികൾക്കാണ്. ഞാൻ പറയുന്നത് സംഘി കുട്ടന്മാർക്കല്ല. മലയാള സിനിമക്ക് എന്താണ്, ഇന്ത്യൻ സിനിമക്കും വേൾഡ് സിനിമക്കും എന്താണെന്ന് അറിയാണ്ട് ഈ കടന്ന ഈ വർഗീയതയും ഈ പറഞ്ഞ കുനിഷ്ടും കുരച്ചുകൊണ്ട് ചാണകം മാത്രം തലയിലും പശുവിന്റെ ഗോമൂത്രം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പൊന്നു സംഘിക്കുട്ടന്മാരെ, ഈ കേരളത്തില് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് എന്താ പറയുക സാക്ഷരതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിവരം ഉണ്ട് എന്ന് നായ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്ന, ബാക്കി കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നടക്കുന്ന മലയാളികൾക്ക് ഒരു ശാപമല്ല, മലയാളികളെ പറയിപ്പിക്കാനായിട്ട് ഒരു ഉളുപ്പും മൈരുമില്ലാത്ത നിങ്ങളെപ്പോലത്തെ ചെറ്റ സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മമ്മൂട്ടിനെ കുറിച്ച് എന്താണോ പറയും? 10 നൂറ്റാണ്ടുകളായടാ, 10, 40, 45, 50 കൊല്ലത്തിനടുത്തായി ഇങ്ങനെ അഭിനയിക്കുന്നത്. അവസാനം നിങ്ങളുടെ ഈ ഗോധി മീഡിയ വന്നിട്ട് നാട്ടിലുള്ള സകല സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇമ്മാതിരി സംവാദം കൊണ്ട് വന്നിട്ട് അത് പൊക്കിപ്പിടിച്ച് മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാണ്, മതേതരവാദിയല്ല, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന ഫിലിംസ് മാത്രം എടുക്കുന്നു പറയാൻ ഉളുപ്പില്ലടോ എനിക്കൊന്നും. ഇതൊക്കെ ഏത് പശുവിന്റെ അണ്ണാക്കാട പോയി നിന്നൊക്കെ കിടത്തിയത്? നിനക്ക് പെറ്റിട്ടത് പശുക്കളാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ആ ബോധം പോലും നിനക്കൊന്നും ഇല്ലാണ്ടായല്ലോ. കഷ്ടം. നിനക്കൊക്കെ ഉള്ള മറുപടി തന്നെങ്കിലും മമ്മൂട്ടി പണ്ട് കൊടുത്താൽ എന്തെങ്കിലും നീ പിടിക്കും. ഇതാണോ നിനക്കൊക്കെ ഉള്ള മറുപടി? ഇതിനേക്കാൾ വലിയ മറുപടി നിനക്ക് തരാനില്ല കേട്ടോ.